എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 64-ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് രംഭയെ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഇന്ദ്രൻ ചെയ്യണത്. വിശ്വാമിത്രൻ്റെ തപസ്സിളക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ മേനകയെ പറഞ്ഞയച്ചു, ഇപ്പോൾ രംഭയെ പറഞ്ഞയക്കുകയാണ്. രംഭയോട് പറയാണ്, ഞാനും കാമദേവനും കൂടെ ഉണ്ടാവും. നീ അതീവ സുന്ദരിയായിട്ട് വിശ്വാമിത്രൻ്റെ സമീപത്ത് ചെന്ന് നിന്ന് വസന്തകാലത്തിൽ നൃത്തവും പാട്ടുമൊക്കെ ആയിട്ട് വിശ്വാമിത്രൻ്റെ മനസ്സിളക്കണം എന്നാണ് പറയണത്. അങ്ങനെ തപശക്തി പിന്നെയും ഇല്ലാതെയാക്കി കളയണം, അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കാം. 8-ാമത്തെ ശ്ലോകം. സാ ശ്രുത്വാ വചനം തസ്യ കൃത്വാ രൂപമനുത്തമം ലോഭയാമാസ ലളിതാ വിശ്വാമിത്രം ശുചിസ്മിതാ. സാ വചനം ശ്രുത്വാ, സാ തസ്യ വചനം ശ്രുത്വാ. സാ എന്ന് പറഞ്ഞാൽ ആ രംഭയാകട്ടെ തസ്യ ഇന്ദ്രസ്യ വചനം ശ്രുത്വാ, വാക്ക് കേട്ടിട്ട് അനുത്തമം രൂപം കൃത്വ. അനുത്തമം എന്ന് പറഞ്ഞാൽ ഉത്തമത്തിനേക്കാളും കേമായിട്ട്. ഇനി ആർക്കും അങ്ങനെ ഒരു രൂപം എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരിയായിട്ട് എല്ലാ അവയവങ്ങളും ദൃഢമായി ഏറ്റവും അഴകോടുകൂടി അങ്ങനെ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ശുചിസ്മിത, നന്നായി ചിരിച്ചുകൊണ്ട്, വെളുക്കെ ചിരിച്ചുകൊണ്ട്, ആ പല്ലിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും കാണാവുന്ന വിധത്തിൽ ചിരിച്ചുകൊണ്ട്, ഒന്നുകൂടി ലളിതയായിട്ട്. രംഭ അപ്സരസാണ്, സുന്ദരിയാണ്, അല്ലാന്നല്ല, എന്നാലും ഒന്നുകൂടിയും സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ട് വിശ്വാമിത്രം ലോഭയാമാസ, വിശ്വാമിത്രനെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ ആശ്രമത്തിൻ്റെ സമീപത്ത്, എവിടെയാണോ ഇരുന്ന് തപസ് ചെയ്യണത് അതിൻ്റെ സമീപത്ത് ചെന്നു എന്നാണ് പറയണത്. രംഭ ഒന്നുകൂടി സുന്ദരിയായിട്ട് അവിടെ ചെന്നു. ആ സമയത്തോ 9-ാമത്തെ ശ്ലോകം നോക്കാം. കോകിലസ്യ തു ശുശ്രാവ വൽഗുവ്യാഹരതസ്വനം സംപ്രഹൃഷ്ടേന മനസാ സചൈനാമന്വൈക്ഷത. ആ സമയത്ത് വസന്തകാലത്തല്ലേ കാണാൻ പോണത്, വസന്തകാലത്തായിരുന്നു. അപ്പോൾ വസന്തകാലത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട്, സൂചകമായിട്ട് കുയിലുകളുടെ ശബ്ദം കേൾക്കുമാറായി. കോകിലസ്യതു ശുശ്രാവ വൽഗുവ്യാഹരത സ്വനം. വൽഗുവ്യാഹരത കോകിലസ്യ സ്വനം ശുശ്രാവ. വൽഗു എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് എന്നാൽ വളരെ മധുരമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതായ അങ്ങനെയുള്ള കോകിലത്തിൻ്റെ ശബ്ദം കേൾക്കുമാറായി. സ്വനം ശുശ്രാവ. ആ സമയത്ത് അപ്പോൾ എല്ലാം കൂടി ഒത്തുചേർന്നു. സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി രംഭ മുമ്പിൽ നിൽക്കണു. നല്ല വസന്തകാലം, പക്ഷികളുടെയും അതുപോലെ തന്നെ വണ്ടുകളുടെയൊക്കെ മുരൾച്ച, നല്ല കർണാനന്ദകരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാനുണ്ട്. ആ സമയത്ത് സംപ്രഹൃഷ്ടേന മനസാ സഹ് ഏനാം അന്വവൈക്ഷത ച, വളരെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട്, സംപ്രഹൃഷ്ടേന മനസ, വിശ്വാമിത്രൻ വളരെയധികം സന്തോഷവാനായിട്ട്, ഇങ്ങനെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായിട്ട്, ഏനാം അന്വവൈക്ഷത, അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ അഥതസ്യ ച ശബ്ദേന ഗീതേന അപ്രതിമേന ച ദർശനേന ച രംഭായ മുനി സന്ദേഹമാഗത. അഥ അനന്തരം തസ്യ ശബ്ദേന അപ്രതിമേന ഗീതേന ച, തസ്യ എന്ന് പറഞ്ഞാൽ ആ കുയിലിൻ്റെ ശബ്ദം, അതോടൊപ്പം തന്നെ രംഭയുടെ നൃത്തമോ പാട്ടോ ഒക്കെ കൂടി ചേർന്നിട്ട്, അപ്രതിമേന ഗീതേന ച രംഭായാഹ ദർശനേന ച, രംഭയുടെ ദർശനം, രംഭയുടെ രൂപം ഒക്കെ കൂടിയിട്ട്, മുനി സന്ദേഹമാകത, മുനിക്ക് പെട്ടെന്ന് തന്നെ സംശയം വന്നു. അതായത് ഇങ്ങനെ ഒരിക്കൽ സംഭവിച്ചതാണല്ലോ, ഉർവശി വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നപ്പോൾ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷികളുടെ കൂജനങ്ങൾ കേൾക്കാനുണ്ട്, കുയിലിൻ്റെ നാദം കേൾക്കാനുണ്ട്, രംഭയുടെ സുന്ദരമായിട്ടുള്ള രൂപവും കാണാനുണ്ട്. പെട്ടെന്ന് തന്നെ വിശ്വാമിത്ര മഹർഷിക്ക് സംശയം വന്നു. സന്ദേഹം ആഗത. എന്തായിരുന്നു സംശയം? 11-ാമത്തെ ശ്ലോകം നോക്കാം. സഹസ്രാക്ഷസ്യ തത്സർവം വിജ്ഞായ മുനിപുംഗവ രംഭാം ക്രോധസമാവിഷ്ട ശശാപകുശികാത്മജ. തത്സർവം
സഹസ്രാക്ഷസ്യ ഇതി വിജ്ഞായ. ഇതി എന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളത് കൂട്ടി വായിച്ചെടുക്കണം. ഈ കാണുന്നത് മുഴുവനും, കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മുഴുവനും തന്നെ ആരുടെ പരിപാടികളാണ്, ആരുടെ കുബുദ്ധികളാണ് എന്നുള്ളത് വിശ്വാമിത്രന് മനസ്സിലായി. സഹസ്രാക്ഷസ്യ, സഹസ്രാക്ഷൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ പരിപാടികളാണ് ഇതെല്ലാം എന്ന് വിജ്ഞായ മനസ്സിലാക്കിയിട്ട് മുനിപുങ്കവനായിട്ടുള്ള ആ കുശികാത്മജനായിട്ടുള്ള വിശ്വാമിത്രൻ രംഭാം ക്രോധസമാവിഷ്ട ശശാപ, ക്രോധസമാവിഷ്ടനായിക്കൊണ്ട് അങ്ങേയറ്റം ക്രുദ്ധനായിക്കൊണ്ട് രംഭാം ശശാപ, രംഭയെ ശപിക്കുകയും ചെയ്തു. ആദ്യത്തെ ആള് മേനകയെ കൂടെ താമസിപ്പിക്കുകയുണ്ടായത്. ഇവിടെ രണ്ടാമത്തെ അനുഭവമായപ്പോഴേക്കും വിശ്വാമിത്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊക്കെ ഇന്ദ്രന്റെ ഓരോ വേലകളാണെന്ന് മനസ്സിലായിട്ട് അതീവ ക്രുദ്ധനായിട്ട് രംഭയെ ശപിക്കുകയും ചെയ്തു. എന്തായിരുന്നു ശാപം? അതാണ് 12ാമത്തെ ശ്ലോകം. യന്മാം ലോഭയസേ രംഭേ കാമക്രോധജയൈഷിണം ദശവർഷസഹസ്രാണി ശൈലീസ്ഥാസ്യസി ദുർഭഗേ. യന്മാം ലോഭയസേ, മാം യത് ലോഭയസേ, എന്നെ നീ എന്തൊരു കാരണം കൊണ്ട് പ്രലോഭിപ്പിച്ചുവോ രംഭേ, അത് എന്തിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീ എന്നെ പ്രലോഭിപ്പിക്കുകയാണ്. അതാണ് കാമക്രോധ ജയൈഷിണം, കാമജയൈഷിണം ക്രോധജയൈഷിണം. കാമത്തെയും ക്രോധത്തെയും ഒക്കെ ജയിക്കാൻ വിചാരിക്കുന്നവനായ എന്നെ നീ ഇപ്പോൾ എന്താ ചെയ്യണത്? പ്രലോഭിപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് രംഭേ, നീ എന്ത് ചെയ്യും? എന്താണ് നിനക്ക് സംഭവിക്കാൻ പോണത്? ദശവർഷസഹസ്രാണി ശൈലീ സ്ഥാസ്യസി ദുർഭഗേ. ദുർഭഗേ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും സൗന്ദര്യമില്ലാത്തവളെ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ദേഷ്യം വന്നതുകൊണ്ട് വിളിക്കുന്നതാണ്. രംഭയുടെ സൗന്ദര്യമൊക്കെ അതുപോലെ തന്നെ ഉണ്ടെങ്കിലും വിശ്വാമിത്രന് തന്നെ ആകർഷിച്ച് തൻ്റെ ശക്തിയൊക്കെ ഇല്ലാതെയാക്കി കളയാൻ വന്നവളാണല്ലോ എന്നുള്ളതിൻ്റെ ദേഷ്യം കൊണ്ട് ചീത്ത വാക്കുകളൊക്കെ പറയാണ്. അല്ലയോ ദുർഭഗേ, നീ എന്തായിത്തീരും? 10,000 കൊല്ലം ശൈലീ സ്ഥാസ്യസി. ശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണമായി കേട്ടിട്ടുള്ളൊരു അർത്ഥം ശൈലി രീതി എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ശിലായാഹ ഭാവഹ, അതാണ് ശൈലി. ശിലയുടെ ഭാവത്തെ നീ കൈക്കൊള്ളും. നീ പാറയായിട്ട് ഇവിടെ ഉറച്ചു നിൽക്കും. നിന്റെ ചാഞ്ചല്യമൊക്കെ അതോടുകൂടി തീർന്നോളും. എൻ്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് ചാഞ്ചല്യത്തോടു കൂടിയിട്ട് പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് വന്നതല്ലേ, അതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തും ഈ ശാപം. എന്നിട്ട് എന്ത് സംഭവിക്കും? 10,000 കൊല്ലം നീ പാറയായിട്ട് ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് ശപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എപ്പോഴാണ് പാറയല്ലാതെയായി തീരാ? ശാപമോക്ഷം എന്നാണ്. അതാണ് 13ാമത്തെ ശ്ലോകം. ബ്രാഹ്മണസ്സു മഹാതേജാസ്തപോബലസമന്വിത ഉദ്ധരിഷ്യതി രംഭേ ത്വാം മത്ക്രോധകലുഷീകൃതാം ത്വാം. എൻ്റെ ക്രോധം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യത്തിന് പാത്രീഭവിച്ചവളായ നിന്റെ ശരീരം, രൂപം തന്നെ മാറിപ്പോയി അതിന് പാത്രീഭവിച്ചതുകൊണ്ട്. അങ്ങനെയുള്ള നിന്നെ, അല്ലയോ രംഭേ, ഉദ്ധരിഷ്യതി, നിന്നെ ശാപത്തിൽ നിന്നും മുക്തനാക്കും. ആരാണ് മുക്തനാക്കുന്നത്? സുമഹാതേജാഹ തപോബല സമന്വിത ബ്രാഹ്മണ. മഹാതേജസ്വിയും തപോബലങ്ങൾ വന്ന് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നവനുമായിട്ടുള്ള ബ്രാഹ്മണൻ, അതായത് വസിഷ്ഠനാണ്. വസിഷ്ഠനെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത് എന്നാണ് വ്യാഖ്യാനത്തിൽ പറയണത്. അങ്ങനെ ഒരിക്കൽ കുറേ കാലം കഴിയുമ്പോൾ, 10,000 വർഷമൊക്കെ കഴിയുമ്പോൾ വസിഷ്ഠൻ വന്ന് നിന്നെ ഈ പാറയുടെ അവസ്ഥയിൽ നിന്നും ഉദ്ധരിക്കുക തന്നെ ചെയ്യും. ഉദ്ധരിഷ്യതി. എൻ്റെ ക്രോധം കൊണ്ട് കലുഷമായി തീർന്നവളെ, നിന്റെ ശരീരം രൂപമൊക്കെ കുൽസിതമായി തീർന്നുവല്ലോ, അങ്ങനെയുള്ള നിന്നെ വസിഷ്ഠൻ ഒരു കാലത്ത് വന്ന് രക്ഷിക്കുകയും ചെയ്യും എന്ന് ശാപമോക്ഷവും കൊടുത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഏവമുക്ത്വാ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി അശക്നുവൻ ധാരയിതും കോപം സന്താപമാത്മന. ഏവം ഉക്ത്വാ, ഇപ്രകാരം രംഭയോട് പറഞ്ഞിട്ട്, മഹാതേജാഹ വിശ്വാമിത്ര മഹാമുനി, മഹാതേജസ്വിയായിട്ടുള്ള ആ മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ കോപം ധാരയിതും അശക്നുവൻ ആത്മനസന്താപം ധാരയാമാസാന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിയാപദം അവിടെ കൂട്ടിച്ചേർക്കേണ്ടി വരും. ഇപ്രകാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞതോടു കൂടിയിട്ട്
കഠിനമായിട്ടുള്ള കോപം മനസ്സിൽ വന്നത് നിയന്ത്രിക്കാൻ പറ്റാതെ ശപിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിൽ വിശ്വാമിത്രന് വളരെയധികം പശ്ചാത്താപമുണ്ടായി. അതാണ് ആത്മനസന്താപം ധാരയാമാസ, അധാരയത് എന്നൊക്കെ പറയാം. അങ്ങനെ മനസ്സുകൊണ്ട് വളരെയധികം പശ്ചാത്താപ വിവശനായി തീർന്നു. ഇങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലും എന്ത് സംഭവിക്കും? തപശക്തിയൊക്കെ ഇല്ലാതെയാവും. കാമത്തിനെയും ക്രോധത്തിനെയും ജയിക്കാൻ പുറപ്പെട്ടവനാണ്. ഇപ്പോൾ കാമത്തിൽ അകപ്പെട്ടില്ല എന്നേ ഉള്ളൂ, ക്രോധത്തിന് അടിപ്പെടുകയും ചെയ്തില്ലേ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതായ തപശക്തി ഇല്ലാതെയും ചെയ്തു. അത് വളരെ സങ്കടം ആയി വിശ്വാമിത്രന്. അതുകൊണ്ടും വളരെയധികം സങ്കടം ഉണ്ടായി. രംഭയെ ശപിച്ചതിലും ക്രോധത്തിൽ അകപ്പെട്ടതിലും തൻ്റെ ശക്തി ക്ഷീണിച്ചു പോയതിലുമൊക്കെ വളരെയധികം ദുഃഖിതനായി തീർന്നു വിശ്വാമിത്രൻ എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. സാ ശ്രുത്വാ വചനം തസ്യ കൃത്വാ രൂപമനുത്തമം ലോഭയാമാസ ലളിതാ വിശ്വാമിത്രം ശുചിസ്മിത കോകിലസ്യ തു ശുശ്രാവ വൽഗുവ്യാഹരതസ്വനം സംപ്രഹൃഷ്ടേന മനസാ സചൈനാമന്വവൈക്ഷത അധ തസ്യ ച ശബ്ദേന ഗീതേന പ്രതിമേന ച ദർശനേന ച രംഭായ മുനിഃ സന്ദേഹമാഗത സഹസ്രാക്ഷസ്യ തത്സർവം വിജ്ഞായ മുനിപുംഗവ രംഭാം ക്രോധസമാവിഷ്ട ശശാപകുശികാത്മജ യന്മാം ലോഭയസേ രംഭേ കാമക്രോധജയൈഷിണം ദശവർഷസഹസ്രാണി ശൈലീസ്ഥാസ്യസി ദുർഭഗേ ബ്രാഹ്മണസു മഹാതേജാസ്തപോബലസമന്വിത ഉദ്ധരിഷ്യതി രംഭേ ത്വാം മത്ക്രോധകലുഷീകൃതാം ഏവമുക്ത്വാ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി അശക്നുവൻ ധാരയിതും കോപം സന്താപമാത്മന. ഇനി അതിനുശേഷം എന്തൊക്കെയാണ് ഉണ്ടാവണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.